ഈ ക്രിമിനൽ സംഘത്തെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഉന്നതരായ സത്യസന്ധരായ IPS ഓഫീസർമാർ കേരളത്തിലെ പോലീസിൽ നിരവധിയുണ്ടല്ലോ. അവരിൽ നിന്നൊരു വിഭാഗത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം DGP സസ്പെൻഡ് ചെയ്യണമെന്ന് 30ാമത്തെ ദിവസം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞതാണ് തിരുത്തിക്കൊണ്ട് ഈ വിഷയത്തിലെത്തിയിരിക്കുന്നത്. DGP സ്ഥാനമാറ്റത്തിൽ ഓർഡറിൽ ഇന്ന കുറ്റകൃത്യം ചെയ്തത് കൊണ്ടാണ് DGPക്കെതിരെയുള്ള സ്ഥലമാറ്റം എന്ന് പറഞ്ഞത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്ഥലമാറ്റം മാത്രമായിട്ടാണ് ഇപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെങ്ങനെയാണ് ശിക്ഷാ നടപടിയായിട്ട് കാണാൻ കഴിയുക? അതിനെ ഒരിക്കലും ശിക്ഷാ നടപടിയിൽ കാണാൻ കഴിയില്ല. ഇത് ശിക്ഷാ നടപടിയല്ല. സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുന്ന അതേ ഓർഡറാണത്. ഇന്ന കാരണം കൊണ്ട് സാധാരണ നമ്മൾ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ആ പണിഷ്മെൻറ്റിനെ കുറിച്ച് അതിൽ പറയും ഇന്ന കാര്യങ്ങൾ കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കാരണം കൊണ്ട് സ്ഥലം മാറ്റുന്നു അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നുണ്ടാവും. ഇതതില്ലല്ലോ. ഇതിപ്പോൾ എന്താ, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ADGP അജിത് കുമാറിൻ്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി ഇപ്പോഴും ഇല്ല. ഒരു കറുത്ത പുള്ളിയില്ല അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി. കാരണം CMO ഓഫീസിനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഒന്നാമത്തെ നേതാവായി അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു പോയിൻ്റായി നിൽക്കുന്നത് അജിത് കുമാറാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. BJPയെ സംബന്ധിച്ച് വലിയൊരു നല്ല കച്ചവടമാണ്, ലാഭകരമായ കച്ചവടമാണ്. ഈ പറയുന്ന തൃശ്ശൂരിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അജിത് കുമാറിനാണ് സാധിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൻ്റെ നിയമസഭയിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോവാണ്, പാലക്കാട്. ഈ വിഷയം നിങ്ങളതിൽ പരിശോധിക്കേണ്ടത് ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് 554,079 വോട്ടാണ് എന്ന് പറഞ്ഞാൽ 38.6